കനോലി കനാലിന്റെ വീണ്ടെടുപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഇക്കുറിയും മുടക്കമില്ലാതെ വഞ്ചിയാത്ര സംഘടിപ്പിച്ച് കേരള നല്ല ജീവന പ്രസ്ഥാനം. തിരൂർ മുതൽ കൂട്ടായി അഴിമുഖം വരെയായിരുന്നു വഞ്ചിയാത്ര. തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വർഷങ്ങളായി തുടരുന്ന വഞ്ചിയാത്ര ഇന്ന് കേവലം വിനോദം എന്നതിലുപരി ഒരു സാമൂഹിക പ്രവർത്തനമായി മാറിക്കഴിഞ്ഞു. അധികൃതരുടെ അവഗണനയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കനോലി കനാലിന്റെ സംരക്ഷണത്തിനും വീണ്ടെടുപ്പിനും കനാൽ ജീവനോടെ നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലയാത്ര ആരംഭിച്ചത്. പല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ന് വഞ്ചിയാത്ര കേവലം വിനോദം എന്നതിനപ്പുറം വലിയ ഒരു സാമൂഹ്യ ഇടപെടലായി മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടും എന്നതായിരുന്നു ഈ വർഷത്തെ വഞ്ചിയാത്രയുടെ മുദ്രാവാക്യം. ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള കനോലി കനാലിന്റെ സംരക്ഷണമായിരുന്നു തുടക്കകാലത്ത് വഞ്ചിയാത്രയുടെ ലക്ഷ്യം. വൈകാതെ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കനോലി കനാലിന്റെ ആകെ സംരക്ഷണത്തിനായി മാറി. മരങ്ങൾ വീണും ചപ്പുചവറുകൾ അടിഞ്ഞും കനാൽ നാശത്തിന്റെ പടുകുഴിയിൽ വീണ സമയത്തായിരുന്നു വഞ്ചിയാത്രയുടെ തുടക്കം. ഈ യാത്ര എന്തിനാണെന്ന് ചോദിച്ചാൽ പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. ഇതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. മാലിന്യവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. പുഴ ഈ തിരൂർ പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ തുടക്കത്തിൽ 1 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. ആ 1 മീറ്റർ മാത്രം വീതിയുള്ള 6 പട ചെന്നാൽ വെട്ടിച്ചെറിയിൽ ചെന്നാൽ 1 മീറ്റർ മാത്രമേ പുഴ വീതിയുള്ളൂ. ആ പുഴ ഇങ്ങനെ വീതി കൂടി വരികയാണ്. അത് എന്തുകൊണ്ടാണ് കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ മഴവെള്ളം എല്ലാ സ്ഥലത്തെയും പെയ്യുന്ന മഴവെള്ളം 2 സൈഡിൽ നിന്നും പുഴയിലേക്ക് വന്നിട്ട് അതിങ്ങനെ ആ വെള്ളവും വഹിച്ചിട്ട് കടലിലേക്ക്, അതായത് ഭാരതപ്പുഴയോട് ചേർന്ന് കടലിലേക്ക് വെള്ളം പോവുകയാണ് ചെയ്യുന്നത്. കേരള നല്ല ജീവന പ്രസ്ഥാനം അമരക്കാരൻ ഡോക്ടർ PA രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജലയാത്ര തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.